മലയാറ്റൂരിൽ കാട്ടാനിറങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉദാസീനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹാരം കാണുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇനി അവിടെ നടക്കുന്ന സംഭവം ആ കാര്യത്തിൽ വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് അറിയാവുന്നതുപോലെ ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തതാണ്. ആ നടപടികളുമായി മുമ്പോട്ട് പോകും. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തരും. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉദാസീനത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദാസീനതയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇപ്പോൾ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ ആ പ്രശ്നത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്തായിരുന്നു? പുലർച്ചയോടുകൂടിയാണ് ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ അവിടുത്തെ കിണറ്റിലേക്ക് കുട്ടിയാന വീണു. ഏതാണ്ട് ഒരു 27 ആന ഈ വീടിന് മുൻപിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ആ വീട്ടുകാർ തന്നെ പറയുകയുണ്ടായത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിളിച്ചെങ്കിലും അവർ സമയത്തെത്താൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു മുൻപും ഇവിടെ പല തവണ ആന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഈ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വനം വകുപ്പിന്റെ വാഹനം ഇവിടെ തടഞ്ഞിട്ട് പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഇവിടം സന്ദർശിക്കും. 11 മണിയോടുകൂടി ഇവിടെ എത്തും, ജനങ്ങളുമായി സംസാരിക്കും എന്നുള്ള കാര്യം നിലവിലിപ്പോൾ പറയുന്നുണ്ട്. 11 മണിയാകുമ്പോഴേക്കും കളക്ടർ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നിലവിൽ ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിന്, ഈ പ്രശ്നത്തിന്, ഈ ആന ഇറങ്ങി ഇവിടെ താമസിക്കാൻ സാധിക്കാത്ത ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം തടഞ്ഞിട്ട വിഷയത്തിൽ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോകരുത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാവിലെ മുതൽ ഈ പ്രദേശത്ത് പ്രതിഷേധവുമായി തടിച്ചുകൂടിയിട്ടുള്ള ആളുകളെയാണ്. അവരുടെ പ്രശ്നങ്ങൾ, ന്യായമായ പ്രശ്നങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നതും. ഇതിനു മുൻപ് പലതവണ നമ്മൾ തന്നെ ഇവിടെ ഈ സ്ഥലത്തെത്തി ഈ ആനശല്യം, ആന ഈ വീട്ടുപുരയിടത്തിൽ കയറി കിണറ്റിലൊക്കെ വീഴുന്ന വിഷയം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഈ വിഷയം ഒരു ജെന്യൂൻ ഇഷ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ചർച്ച നടത്തും എന്ന് മനസ്സിലാക്കുന്നു. രാവിലെ മുതൽ ഈ പ്രദേശത്ത് വാഹന ഗതാഗതമൊക്കെ തടഞ്ഞ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്താണ് മലയാറ്റൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.